ഹലോ, നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ എറണാകുളത്ത് കലൂരിനടുത്തുള്ള വെൽക്കസ മെഡിസിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഹോസ്പിറ്റലിലാണ്. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഈ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റല് ചാരിറ്റിക്ക് വേണ്ടിയിട്ട് മാത്രം ഇവർ ഒരു ഫൗണ്ടേഷൻ്റെ പേരിൽ മൊത്തത്തിൽ എഴുതി കൊടുക്കാൻ പോവുകയാണ്. അതായത് ഈ ഒരു ഹോസ്പിറ്റൽ, ഈ ഒരു ക്ലിനിക്ക് ഇതേ പേരിൽ തന്നെ ഒരു ചാരിറ്റബിൾ ഫൗണ്ടേഷനായിട്ട് മാറ്റുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് മുതൽ ഇവിടെ ഉച്ചയ്ക്ക് പെട്ട കുറച്ച് പാവങ്ങൾക്ക് ഫുഡ്, അതായത് ഉച്ചയ്ക്കുള്ള ലഞ്ചും വൈകിട്ടത്തേക്കുള്ള ഡിന്നറും ഇവർ സജ്ജീകരണപ്പെടുത്തിയിട്ടുണ്ട്. അത് ഈ ഹോസ്പിറ്റലുകളിടത്തോളം കാലം ഇവർ വിതരണം ചെയ്യും എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതുമാത്രമല്ല, ഇതിൻ്റെ ഭാഗമായിട്ട് കുറേ പേർക്ക് അറിയാത്തതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ ഒരു മെഡിസിറ്റി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പാവപ്പെട്ടവർക്ക് ചികിത്സ, അതായത് അർഹതപ്പെട്ട രോഗികളുണ്ടെങ്കിൽ അവർക്കുള്ള ചികിത്സകൾ ഇവിടെ സൗജന്യമായിട്ടാണ് ഇത്രയും നാളും കൊടുത്തുകൊണ്ടിരുന്നത്. ഇനിയും അവരത് തുടരുക തന്നെ ചെയ്യും. ഇവരുടെ ഉദ്ദേശം ഇത് മാത്രമല്ല, കേരളത്തിലുള്ള 14 ജില്ലകളിലും ഇതേപോലുള്ള ഫൗണ്ടേഷനുകൾ തുടങ്ങാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. വെൽക്കസ മെഡിസിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൈവറ്റ് അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ഇതാണ് ഒരു ഹോസ്പിറ്റൽ. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞ് ഓർഗനൈസ് ചെയ്യാൻ ഉള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു കാരണം? നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഇപ്പം ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ അലയുന്ന ആൾക്കാർ ഇവിടെ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത് നമ്മുടെ കൺമുന്നിലുള്ള കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആക്കും. അതിനു വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് ഒരു ഉച്ചഭക്ഷണം പിന്നെ ഒരു ഡിന്നർ, ഉച്ചയ്ക്കും രാത്രിയായിട്ട് ഈ ചാരിറ്റി എന്നുള്ള രീതിയിൽ ഭക്ഷണം കൊടുക്കും. അതിന് അർഹതപ്പെട്ടവർക്ക് മാത്രം നമ്മളത് നോക്കിയിട്ട് തിരഞ്ഞെടുത്തിട്ടാണ് കൊടുക്കുന്നത്. അതിന് കുറേ ഏജൻസിനെ വെച്ചിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ ചെയ്യുള്ളൂ. അല്ലാതെ ഫ്രീ ആയിട്ട് എല്ലാവർക്കും അങ്ങനെ കൊടുക്കൂല. അത് ആവശ്യപ്പെട്ടവർക്ക് മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ. എന്തുകൊണ്ടാണ് ഈ ഫൗണ്ടേഷൻ തീരുമാനത്തിൽ ഫൗണ്ടേഷൻ എന്നുള്ള തീരുമാനത്തിൽ എത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഫ്രീ ഫുഡ് മാത്രമല്ല, നമ്മളതിൽ എന്താ പറയുക, ട്രീറ്റ്മെൻറ്റും ഫ്രീ ആയി കൊടുക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ട്രീറ്റ്മെൻറ്റ് ഫ്രീ ആയിട്ട് അർഹതപ്പെട്ടവർക്ക് മാത്രം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആക്കി മാറ്റണം. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഈ ഹൗസിങ്, ഇപ്പോൾ പാവപ്പെട്ട ആൾക്കാർക്ക് ചിലപ്പോൾ വീടില്ലാത്ത ആൾക്കാരുണ്ടാവും, ചെറിയ സ്ഥലത്തൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് വീട്, നല്ല രീതിയിൽ വീട്, പിന്നെ ദുരിതാശ്വാസ സംഭവങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ സമയത്ത് വയനാട്ടിലുണ്ടായില്ലേ, അതിലേക്കുള്ള ഒരു കോൺട്രിബ്യൂഷൻ, അങ്ങനെ എന്തെങ്കിലും സഹായം ആളുകൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫൗണ്ടേഷൻ രൂപീകരിച്ചിട്ട് അതിൽ ത്രൂ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഹോസ്പിറ്റലിൽ ഇപ്പോൾ നിലവിൽ നമ്മൾ ചാരിറ്റി ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ട് ചാരിറ്റിയിലേക്ക് മാറണമെങ്കിൽ ഫൗണ്ടേഷൻ വേണം. ഫൗണ്ടേഷൻ്റെ കീഴിൽ ഹോസ്പിറ്റലാക്കിയിട്ട് കംപ്ലീറ്റ് ഫുൾ ചാരിറ്റി എന്നുള്ള രീതിയിൽ ചെയ്യും. ഇതിപ്പം ആദ്യമായിട്ടായിരിക്കും ഒരു പ്രൈവറ്റ് അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ ഇതാണ് ചാരിറ്റി അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ എന്നുള്ള രീതിയിൽ രൂപപ്പെടാൻ പോകുന്നത്. അതെ. അപ്പം എങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഒരു ആശയം അല്ലെങ്കിൽ ആ ഒരു തോട്ട് വന്നത് നമ്മുടെ MD CEO എന്ന് പറയുന്ന മിസ്റ്റർ ഷക്കീഫ് റഹ്മാൻ, ആളുടെ വിഷനാണത്. കുറേ വർഷങ്ങളായിട്ട് ആളുടെ മനസ്സിലുള്ള ഒരു കാര്യമാണ്. അത് നമ്മളെ അടുത്ത് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇപ്പോഴാണ് പ്ലാനിൽ വന്നത്, ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ സെറ്റായി വന്നത്. അപ്പം എന്തായാലും എത്ര ഈ ഹോസ്പിറ്റലിൽ ഉള്ള ഇത്തരം കാലം നമ്മളത് ചെയ്തിരിക്കും. ചാരിറ്റി പ്ലസ് ഫുഡ്, പിന്നെ ഈ ഫൗണ്ടേഷൻ രൂപീകരിച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ട ആൾക്കാർക്ക് വേണ്ട സഹായങ്ങൾ, പാവപ്പെട്ടവർക്ക് അർഹതപ്പെട്ടവർക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ സഹായങ്ങൾ ചെയ്തിരിക്കും. ഇപ്പം ഇവിടെ അറിയാം, ഫ്രീ ആയിട്ട് ട്രീറ്റ്മെന്റ് സംഭവങ്ങളെല്ലാം ഓൾറെഡി ഇതിന് മുന്നേ തന്നെയാണ് കൊടുക്കുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടത് ജനങ്ങളിൽ ഒരുപാട് എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ അറിയാതെ പോയി എന്നുള്ള ഇത് വരുന്നുണ്ടോ? അപ്പം ഉദ്ദേശിച്ചത്, ഇപ്പം ഓൾറെഡി തന്നെ ഇവിടെ തന്നെ ട്രീറ്റ്മെന്റ് ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് അർഹതപ്പെട്ടവർക്കുണ്ട്. അപ്പം അത് വേണ്ട രീതിയിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ടോ ആൾക്കാർ? നമ്മളത് നോക്കിയിട്ട് ചെയ്യുള്ളൂ. അർഹതപ്പെട്ടവർക്ക് മാത്രമേ നമ്മളത് കൊടുക്കുള്ളൂ, ഒന്നാമത്തെ റീസൺ. പിന്നെ അങ്ങനെ ചെയ്യുമ്പോൾ ആ ആളുടെ ഡീറ്റെയിൽസ്, ആധാർ കാർഡ് ആയാലും നമ്മളിവിടെ മേടിച്ച് വെച്ചിട്ട് വെരിഫൈ ചെയ്തതിന് ശേഷം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം കൊടുക്കുകയുള്ളൂ. നമ്മൾ ഫൗണ്ടേഷൻ തുടങ്ങുന്നതെന്ന് വെച്ചിട്ട് നമ്മുടെ ഒരു സംരംഭം എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ വിജയിക്കുള്ളൂ. ആ രീതിയിൽ എല്ലാവരും നമ്മുടെ ബാക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ രീതിയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ MDയുടെ ഒരു വിഷനാണിത്. ഒരു ആൾ പോലും പട്ടിണി കിടക്കരുത്, ഭക്ഷണം വേണം, ട്രീറ്റ്മെൻറ്റ് കിട്ടാതെ മടങ്ങിപ്പോരുത്. അത് നമ്മളെ കൊണ്ട് ആവുന്ന രീതിയിൽ നമ്മൾ ഇപ്പോൾ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, എല്ലാ ജില്ലകളിലും ഇതേമാതിരി ചെറിയ പോളിക്ലിനിക്സ് വെച്ചിട്ട്
അതിൽ ത്രൂ ചാരിറ്റബിൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. ഫുഡും അതേമാതിരി തന്നെ എല്ലാ സ്ഥലത്തും ഇതേമാതിരി ഫുഡ് ചാരിറ്റിയിൽ കൊടുക്കണം. അപ്പോൾ നമ്മളൊരു സ്റ്റാർട്ടിങ് പോയിൻ്റാണ് ഇപ്പോൾ ഈ കലൂരുള്ള വെൽക്കാസ മെഡിസിറ്റി എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ LFC റോഡിൽ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്നേ ദിവസം ഫ്രീ ഫുഡ് ഉച്ചയ്ക്കും രാത്രിയും കൊടുക്കുന്നുണ്ട്. അതും ടോക്കൺ വൈസ് ആണ് കൊടുക്കുന്നത്. ഇപ്പോൾ അതേമാതിരി നമ്മൾ ഓൾറെഡി ട്രീറ്റ്മെൻറ്റ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഒന്നും കൂടെ സ്ട്രെങ്തൻ ചെയ്യും, ഫുള്ളായിട്ട് ഫ്രീ ആയിട്ട് ചെയ്യും. ഇപ്പോൾ ചെറിയ രീതിയിൽ കൊടുക്കുന്നുണ്ടെന്നല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് ആയിട്ടില്ല. അത് ഫുള്ള് ഫ്ലഡ്ജിൽ വരണം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പം നന്ദി.